ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ദിവസം കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാടിലെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് വരിക്കാശ്ശേരി മന കേട്ടോ. അപ്പോൾ അവിടുന്ന് ചെറിയ വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ ഒരിക്കലും സൺഡേ ഒന്നും തിരഞ്ഞെടുക്കരുത്. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മൾ പോണ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. സാധാ ഒരു വീട്, അവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇത് മാത്രം. പിന്നെ കുറച്ച് റൂംസൊക്കെ അവർ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട് ചിലപ്പോൾ ഭയങ്കര വലുതായിരിക്കാം, പക്ഷേ നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനങ്ങനെ പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ, വൈഫ്, കുട്ടി, പിന്നെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരും കൂട്ടായിട്ട് പോയത്. അങ്ങനെ ഇതാണ് കേട്ടോ ഇതാണ് ഏട്ടനും ചേച്ചിയും. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഞാൻ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി എന്തൊക്കെയാണെന്നൊക്കെ കണ്ടു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സാധനവുമില്ല, ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വീട് അവരധികം മെയിൻറ്റെയിൻ ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ പൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പറ്റുന്ന പോലെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഭയങ്കര തിരക്കാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി, എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ ഈ കിണറാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്, എന്ത് കാണാനാണെന്തോ. അങ്ങനെ കിണറൊക്കെ നോക്കി കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കിണറൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്, എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടത് വിചാരിച്ചിട്ട് എടുത്തു. അങ്ങനെ ഓൾറെഡി ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ സെറ്റാട്ടോ. നമ്മൾ ഈ സേവ് ദി ഡേറ്റിനൊക്കെ പോവുകയാണെങ്കിൽ ഈ നടുമുറ്റം അങ്ങനെയൊക്കെ ഒരു വൈബ് പിടിക്കാൻ വേണ്ടി ആക്ച്വലി ഭയങ്കര അടിപൊളിയായിരിക്കും. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു കിച്ചൺ, ഇതേപോലെ കിച്ചൺ കണ്ടു. അതായത് നമുക്ക് ഇതിലൊക്കെ എൻട്രി എനിക്ക് തോന്നുന്നു ഒരു 30 റുപ്പീസാണ് തോന്നുന്നു പെർ പേഴ്സൺ. അങ്ങനെ അങ്ങനെ ആ 30 രൂപയ്ക്ക് എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല. പിന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഒരു മോഹൻലാൽ ഇരുന്നിരുന്ന ചെയറാവത്തില്ല, ഒരു പുതിയൊരു ചെയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കസേര ഇട്ടിട്ട് എല്ലാവരും ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ ഒരു റൂംസൊക്കെ ആരും കയറാത്ത സ്ഥലത്ത് കയറി. അവിടെയൊക്കെ ഫുൾ പൊടി പിടിച്ച് കിടക്കായിരുന്നു. ഒരാവശ്യമില്ല, എന്നാലും വെറുതെ കയറി. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്, ഇതാണ് മച്ച് എന്ന് പറയുന്ന സാധനം, നമ്മൾ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ തന്നെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആ ഭാഗത്തൊന്ന് പോയി അവിടെയും ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഫേമസ് ആയിട്ടുള്ള ആളുടെ പേര് ഞാൻ മറന്നു, ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലോട്ടോ കേട്ടോ പോയത്. നമ്മളത് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം കേട്ടോ. അവിടെ പോയപ്പോഴാട്ടോ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അതൊരു അമ്പലമാണ്. അങ്ങനെ കുറച്ച് നമ്മൾ കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്നിട്ടാണ് പോയത്. അങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക തരം സ്ഥലം കേട്ടോ. അവിടെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ കോഴീനെയൊക്കെ കൊന്നിട്ട് അവിടെ നിന്ന് തന്നെ കറി വെക്കും കേട്ടോ. അത് ഓരോരുത്തർ വഴിപാടായിട്ടാണ്. ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓരോരുത്തർ വഴിപാട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ നേദിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കൊടുക്കും. ഒരു പ്രത്യേക തരം സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കേട്ടോ. ലൈക്ക് ആക്ച്വലി പാടാണ്, അവിടെ കുറേ ഫ്ലവേഴ്സ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പോയത് വെള്ളംചാട്ടം കാണാനാണ് കേട്ടോ. സീതാർകുണ്ട് ലൈക്ക് വാട്ടർഫോൾ. അങ്ങനെ നമ്മൾ അവിടെയും കൂടി പോയി. നമ്മൾ അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ പാലക്കാട് പോയി നമ്മുടെ ഫാമിലി ഫോട്ടോ കൂടി ഇതിൻ്റെ ലാസ്റ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ ബൈ.